ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ നോക്കുത്തല. ഒരു അടിപൊളി തൈര് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അത്ര രുചികരമായിട്ടൊരു തൈര് കറി അത്. ഇത് കാരണം ഇത് ചേന കൊണ്ടാണ് ഞാൻ ഈ തൈര് കറി ഉണ്ടാക്കുന്നത്. ചേന കൊണ്ട് തൈര് കറി ഉണ്ടാക്കി അതിനൊരു പ്രത്യേക രുചിയാണ്. രണ്ട് കാര്യങ്ങളിലാണ് ഈ തൈര് കറിക്ക് രുചി കൂട്ടാൻ പറ്റിയ കഷ്ണങ്ങൾ. അത് ഒന്ന് പച്ച നേന്ത്രക്കായ, രണ്ട് ചേന. ഇത് രണ്ടും ഒന്നിനോടൊന്നും വെച്ചാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേന കൊണ്ടുള്ള തൈര് കറിയാണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങി വരാം. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേന കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് 3 കീറിയിട്ടുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ചേന ഒരിക്കലും കുക്കറിൽ വേവിക്കരുത്. ഇങ്ങനെ വേവിച്ചാലാണ് ചേനയുടെ രുചി കൂടുക. അപ്പോൾ അത് വെന്ത് വരട്ടെ. അതിലിടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ വെച്ചിട്ട് അതിലേക്ക് അരമുറി നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് അരമുറി നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് രണ്ടും കൂടി നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ഇതുപോലെ അരച്ചിട്ട് റെഡിയാക്കിയിട്ട് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചേന ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ടാവും. അത് ഏകദേശം വെന്ത് കാണും. വെള്ളം ഏകദേശം വറ്റി കാണും. ചേന നമുക്ക് വെന്തോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ചേന ഇവിടെ കറക്റ്റായിട്ട് വെന്ത് കാണാണ്ട് ഉണ്ടല്ലേ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഉപ്പാണ്. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് എന്തായാലും കുറയാൻ പാടില്ല. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അരപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഞാൻ മിക്സി കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കരുത്. അപ്പോൾ ഈ തൈര് കറിയുടെ ടേസ്റ്റ് പോകും. കാരണം ഇതിനി ഒന്ന് തിളച്ച് വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പിന്നെ ഇത് ഒരുപാട് തിളപ്പിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ നാളികേരം അരച്ചതിൻ്റെ ടേസ്റ്റ് മാറും. നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് തുറന്നിട്ട് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏകദേശം നല്ല രീതിയിൽ ഇവിടെ തിളച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഒഴിക്കുന്നില്ല. ഒരു 3/4 കപ്പോളം തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല പുളിയുള്ളൊരു തൈരാണത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല. കത്തിച്ചാൽ നമ്മുടെ തൈര് നാശമായി പോകും. അപ്പോൾ ഈ ചൂട് നിൽക്കുന്നത് കാരണം നമുക്ക് കുറച്ച് നേരം ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്താൽ തൈര് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാവും. അപ്പോഴാണ് അതിൻ്റെ രുചി വരിക. ഇനി നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അതീവ രുചികരമായിട്ടുള്ള തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു നാടൻ തൈര് കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി പോകാൻ ശ്രമിക്കുക. സൂപ്പറായിട്ടുള്ള ഈ തൈര് കറി നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ നോക്കുത്തല. ബായ്.